ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. നമ്മുടെ മീനാക്ഷിയും ആകാശും കൂടെ മീനാക്ഷിയുടെ വീട്ടിലാണുള്ളത്. മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ബാലനെയും ദേവിയെയും കുറിച്ച് പറയുന്നത് കേട്ട് അഭിമാനത്തോടു കൂടി ഇരിക്കുകയാണ് ആകാശ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകിച്ചൊരു സുഖം തോന്നുന്നുണ്ട്. അതുപോലെ നമ്മുടെ മീനുവിനോട് പറയുകയും ചെയ്തു, ആ വീട്ടിലൊരു അംഗമാകാൻ കഴിഞ്ഞത് നിന്റെ ഭാഗ്യ മോളെ, അതുകൊണ്ട് തന്നെയാണ് നീ ആ വീട്ടിലെ ഒരംഗമായത് എന്ന്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കൂടുതൽ സന്തോഷം മീനാക്ഷിയെക്കാളും നമ്മുടെ ആകാശിന് തന്നെയാണ്. കാരണം തൻ്റെ കുടുംബത്തെക്കുറിച്ചാണല്ലോ ഇതൊക്കെ പറയുന്നത്, തൻ്റെ അച്ഛനെക്കുറിച്ചും തൻ്റെ അമ്മേനെക്കുറിച്ചുമാണല്ലോ ഇതൊക്കെ പറയുന്നതെന്ന് ഓർത്ത് സത്യം പറഞ്ഞ് അവിടെ ഇരുന്ന് പുളകിതനാവുകയാണ് നമ്മുടെ ആകാശ്. പക്ഷേ ഇതേ സമയം നമ്മുടെ ദേവമംഗലത്ത് നടക്കാൻ പോകുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ബാലൻ, അതായത് ബാലൻ്റെ പിറന്നാളാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ബാലനോട് ചോദിച്ചിട്ടാണ് ആകാശ് പോയത്. എങ്കിൽ പോലും നേരത്തോട് ഇത്ര അടുത്തല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതെന്താ വരാത്തതെന്ന് ചിന്തിക്കും. അങ്ങനെ ബർത്ത്ഡേയുടെ ഫംഗ്ഷൻ കഴിഞ്ഞു, കേക്കൊക്കെ മുറിച്ചു. എന്നിട്ടും അവർ വരുമായിരിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇതിനിടെ നമ്മുടെ മിത്ര വിളിച്ചിട്ട് എന്ത് ചെയ്തു, അവർ ഫോൺ കട്ടും ചെയ്തായിരുന്നു. അവർ പൂർണ്ണമായിട്ടൊന്നും പറഞ്ഞുമില്ല, കട്ട് ചെയ്യുകയും ചെയ്തു. ആഹാരം കഴിച്ചോളാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിക്കുന്നതെന്നും പറഞ്ഞു. ഏതായാലും ഈ കാര്യം നമ്മുടെ മിത്ര എങ്ങനെ പറയുമെന്നറിയില്ല. അവിടെ ആ ഒരവസ്ഥയിൽ നിൽക്കുക. അങ്ങനെ ആര്യനോട് പറഞ്ഞു, അത് പിന്നെ ഞാൻ മീനാക്ഷി ചേച്ചീനെ വിളിച്ചായിരുന്നു. മീനാക്ഷി ചേച്ചി പറഞ്ഞത് അവരവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു എന്നാ. ഇനിയിപ്പം നമ്മളോട് കഴിച്ചോളാനാ പറഞ്ഞത്. അല്ല ആര്യ, ഇതിവിടെ പറയുമ്പം അത് വലിയ പ്രശ്നമാവോ? അച്ഛൻ ഇഷ്ടപ്പെടാതെ ഇരിക്കുവോ? അതിനിപ്പോൾ എന്താ, ആകാശേട്ടൻ പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചെന്ന് ഓർത്തുകൊണ്ട്. അത് മീനാക്ഷി ചേച്ചിയുടെ വീടല്ലേ, ഇടത്തിയുടെ വീടല്ലേ അത്, അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അല്ല അച്ഛനത് ഇഷ്ടമായില്ലെങ്കിൽ അത് പിന്നെ എന്തിഷ്ടമല്ലായിക, ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അവര് ഒത്തിരി നാൾ കൂടിയല്ലേ ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, അവര് ആ വീട്ടിലേക്ക് വിളിച്ചത് തന്നെ വലിയൊരു സംഭവമായിട്ട് നമ്മൾ കരുതണം. മീനാക്ഷിയടത്തി കുറേ നാൾ കൂടി സ്വന്തം വീട്ടിൽ ചെല്ലുമ്പം അവിടെ നിന്നൊരു പിടി ആഹാരം കഴിക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇവിടെ പിറന്നാളും കൊട്ടും കുരയും ആഘോഷവും ഉണ്ടെന്ന് മീനാക്ഷിയടത്തി അറിഞ്ഞില്ലായിരുന്നല്ലോ, മീനുവിടത്തി അറിഞ്ഞില്ലായിരുന്നല്ലോ. പിന്നെ എന്താ പ്രശ്നം? അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. ഈ സമയത്ത് നമ്മുടെ ദേവി വന്നു കേട്ടോ. ദേവി വന്നിട്ട് മിത്രേ, എന്താ പറഞ്ഞത്? അവര് ഭക്ഷണം കഴിക്കാൻ വരില്ലെന്നോ? ഷോ, അത് വലിയ കഷ്ടമായി പോയല്ലോ മിത്രേ. ഷോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓഹ്, ഇവിടെ ബാലച്ചൻ്റെ പിറന്നാളായിട്ട് എല്ലാ മക്കളും വേണ്ടേ? 3 മക്കളും 3 മരുമക്കളും വേണ്ടേ? ഓഹ്, ഇതൊരു വകതിരിവില്ലാത്ത പരിപാടിയായി പോയല്ലോ. അല്ലെങ്കിൽ ഇപ്പം സമയം എത്രയായി? 9 മണി കഴിഞ്ഞു. ഇതുവരെ അവരിവിടെ എത്തിയിട്ടില്ല. ഒരിടത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തും കാലത്തും വീട്ടിൽ വരാനുള്ള ഉത്തരവാദിത്വം അവർക്കില്ലേ എന്ന് ചോദിച്ച് നമ്മുടെ മീനു അല്ല ദേവി അങ്ങ് തുടങ്ങി. ഈ സമയത്ത് ദേവി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുക. അപ്പം തന്നെ മിത്ര പറഞ്ഞു, ആര്യ പോയി കുളവായിന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. ഈ കാര്യം ഉറപ്പായിട്ടും ചെന്ന് അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ഇത് വലിയ പ്രശ്നമാക്കും, ഊതിപ്പെരിപ്പിച്ച്. ഇത് എന്ത് പ്രശ്നമാക്കാനാ? ദേവിയുടെ സ്വഭാവം നമുക്കെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് സാരമില്ല എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ബാലച്ചൻ അറിഞ്ഞോ? മീനാക്ഷി ആകാശുവേ ഇപ്പം വരത്തില്ലെന്ന്. അവര് ഭക്ഷണം കഴിച്ചെന്ന്. അവരവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു, നമ്മളോട് ഭക്ഷണം കഴിച്ചോളാന്. അത് ശരിയാണോ ബാലച്ചന് നോർത്ത് നോക്കിക്കേ. പിറന്നാൾ ആഘോഷമായിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാൽ അതും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന പോലെ ആവുമോ? ശോ, ഇനി ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിലും ഈ പെണ്ണ് വീട്ടുകാർ അടുക്കാതെ ഇരുന്നിട്ടേ പതിയെ അടുത്തിട്ട് കൊണ്ടുപോകും, മൊത്തത്തോടെ അങ്ങ് കൊണ്ടുപോകും. അതാണെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ആകാശിനറിയില്ലേ, ആകാശിന് നേരത്തും കാലത്തും വരണമെന്ന്. മീനൂട്ടിയുടെ വീടാണത്. മീനൂട്ടിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്താ അവിടെ നിൽക്കാൻ താല്പര്യം കാണുമായിരിക്കും. ആകാശത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരത്തില്ലേ? ഇതിപ്പം ഏതാണ്ട് എനിക്ക് തന്നെ ഏതാണ്ട് പോലെ തോന്നുക. എന്തൊരു ആഘോഷം ആഘോഷിക്കാൻ ഇരുന്നതായിരുന്നു ഞാൻ. ഇനിയിപ്പം മീനാക്ഷിയോ ആകാശവും ഇല്ലാതെ എന്താഘോഷമാണ്? ഒരാഘോഷവും ഇല്ല. എല്ലാവരും ഒത്ത് ഭക്ഷണം കഴിക്കുന്നതല്ലായിരുന്നോ നല്ലത്? ഇതൂടെ കേട്ടപ്പോൾ നമ്മുടെ ബാലൻ എന്തുകൊണ്ട് ഇറിറ്റേറ്റ് പോലെ ആയിട്ടോ. കാരണം ബാലനും അപ്പോഴാണ് ചിന്തിക്കുന്നത്,
ഇത്രയും സമയമായിട്ടും അവർ വന്നില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി ചങ്കത്ത് കൈവച്ച്, എൻ്റെ ഈശ്വര ഇവളിത് തോലയ്ക്കൂല്ലോ. അപ്പം നമ്മുടെ മിത്ര ചെന്ന് പറയുകയും ചെയ്തു കേട്ടോ. അത് പിന്നെ ഞാൻ ഫോൺ വിളിച്ചായിരുന്നു. ഫോൺ വിളിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞത് അവർ ആഹാരം കഴിച്ചു എന്നാ. ഇപ്പം എന്ത് ചെയ്യാനാ അമ്മേ, ഒത്തിരി നാൾ കൂടി അവിടെ പോയതല്ലേ, അപ്പം ആഹാരം കഴിച്ചിട്ടല്ലേ വരാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം അച്ഛൻ്റെ പിറന്നാളാന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഇല്ലല്ലോ. അതമ്മ രാവിലെ പറഞ്ഞപ്പോഴല്ലേ ഇവിടെ എല്ലാവരും അറിയുന്നത്. അതിനു മുമ്പാണെങ്കിൽ ഏട്ടനും പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇത് വലിയ പ്രശ്നമാക്കി തീർക്കും. കണ്ടില്ലേ ആ ഉണ്ടക്കണ്ണി ഓരോന്ന് കാണിച്ചു കൂട്ടുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ അങ്ങ് വല്ലാണ്ടാകുക, കാലിൽ നിന്ന് തരിച്ചു കയറുക. ഈ സ്ത്രീയുടെ വാ അടങ്ങി ഇരിക്കത്തില്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ മോളെ, എനിക്കറിയത്തില്ല. ഇല്ലെങ്കിലും പറയുന്നതിലും കാര്യമുണ്ടല്ലോ. ആകാശിന് കുറച്ച് നേരത്തെ വരത്തില്ലായിരുന്നോ? പാലേട്ടൻ്റെ സ്വഭാവം അവനറിയാന്നുള്ളതല്ലേന്ന് നമ്മുടെ ഗോമതിയും പറഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, ആകാശ് എന്നും അവിടെ പോവുമല്ലോ. അല്ല, അച്ചി വീട്ടിൽ കിടക്കാൻ പോയതല്ലല്ലോ ഏട്ടൻ പോയത് വർഷങ്ങൾക്ക് ശേഷമല്ല, മാസങ്ങൾക്ക് ശേഷം മീനാക്ഷി ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് നേരം ഇരിക്കാനും അമ്മയും മകളുമായിട്ട് സംസാരിക്കാനും അച്ഛനും മകളുമായിട്ട് സംസാരിക്കാനും മരുമകനും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ കുറച്ച് കാണുമായിരിക്കും. അതിനിപ്പോൾ ഇപ്പം ഇത്രമാത്രം വലിയ കുറ്റമാണോ എന്ന് ചോദിച്ചു. പക്ഷെ ബാലൻ അത് വലിയ കുറ്റം തന്നെയാണ് കേട്ടോ. പക്ഷെ അവിടുത്തെ വീട്ടിലെ എല്ലാവരും നമ്മുടെ ബാലനെ പുകഴ്ത്തി പറയുകയും അതുപോലെ നമ്മുടെ ഗോമതീനെ പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം വേറെന്തെങ്കിലും പന്തികട ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ല. വിളിച്ചൊക്കെ വരുത്തി ഇനിയിപ്പം ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണോ? ഇനിയിപ്പോൾ അവരുടെ തന്ത്രം എന്താണെന്നറിയില്ല. എന്തായാലും കണ്ടിടത്തോളം കേട്ടിടത്തോളം കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഏതായാലും ബർത്ത്ഡേ ഫംഗ്ഷൻ കൊളവാക്കിയെന്നല്ല, ബർത്ത്ഡേ ഫംഗ്ഷനിടയിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ബാലനാണെങ്കിൽ ഒത്തിരി അങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്നൊന്നുമില്ല. ബാലന് അറിയാമല്ലോ, കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പക്ഷേ നമ്മുടെ ദേവി അതങ്ങോട്ട് ഏറ്റുപിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു. ഈ സമയം ആഹാരമൊക്കെ കഴിച്ച് നമ്മുടെ മീനൂട്ടിയും ആകാശം കൂടെ അവിടെ നിന്ന് പുറപ്പെടുകയാണ് കേട്ടോ. അപ്പം യാത്രയൊക്കെ പറഞ്ഞ് ഇനിയിപ്പം ഞങ്ങൾ ഇടയ്ക്ക് വരാം, സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഇടയ്ക്ക് അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങണം കേട്ടോ അച്ഛ അമ്മയെന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇങ്ങോട്ടേക്ക് ദേവമംഗലത്തിലേക്ക്. അപ്പം ദേവമംഗലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആകെ മൊത്തത്തിലൊരു മാറ്റം ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അവിടെ സൈലൻ്റൊക്കെ ആയിട്ട് കിടക്കാം. അപ്പോൾ ഇത് എന്ത് പറ്റി, ആരെയും കാണുന്നൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ബലൂണും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വെച്ചേക്കുന്നു. അതിനോടൊപ്പം തന്നെ കേക്ക് കട്ട് ചെയ്ത് ടേബിളിരിക്കുന്നു. കേക്ക് വെച്ചിട്ടില്ല, ആ ഒരു കേക്കിൻ്റെ ആ ഒരു റൗണ്ട് അവിടെ ഇരിക്കുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷി പറഞ്ഞു, ഇതെന്താ ആകാശം, ഇതെന്താ ഇവിടെ അലങ്കരിച്ചൊക്കെ ഇട്ടിരിക്കുന്നത്? അല്ല, ഇന്ന് ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ? എന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടായിരുന്നോ? അപ്പോഴത്തേക്കും ഇന്ന് ബർത്ത്ഡേ, ഇങ്ങനെ ബർത്ത്ഡേ ഒന്നും ആരും ആഘോഷിക്കാറില്ലല്ലോ മീനൂട്ടി ഇവിടെ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ദേവി അതിലേക്കൂടെ വന്നപ്പോൾ, ആരായി വന്നത്? മീനാക്ഷിയോ? കയറി വാ ആകാശം, കയറി വാ. എന്തായാലും വലിയ കഷ്ടമായി പോയിട്ടോ, നിങ്ങൾ വരുമെന്നാണ് ഞങ്ങൾ ഓർത്തത്. പക്ഷേ ഇവിടെയാണെങ്കിൽ ഒരു പിറന്നാൾ ആഘോഷം പോലും നടത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ബാലച്ചൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത്. അപ്പം നിങ്ങളില്ലാന്ന് പറയുകയാണെങ്കിൽ എന്നാലും വലിയ മോശമായിപ്പോയി. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മീനൂട്ടി ചോദിച്ചു, എന്താ അച്ഛൻ്റെ പിറന്നാളായിരുന്നെന്നോ? അപ്പോൾ ആകാശം ചോദിച്ചു, അച്ഛൻ്റെ പിറന്നാളായിരുന്നെന്നോ? എന്താ എടുത്തി പറയുന്നത്? സ്വന്തം മകനായിട്ട് ഇതൊന്നും അറിയില്ലേ? ഇന്നേ ബാലച്ചൻ്റെ പിറന്നാളായിരുന്നു. ഞാനതങ്ങ് ഗംഭീരമാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ അലങ്കരിച്ച് എല്ലാം സെറ്റാക്കി വെച്ചു. അതുപോലെ ബാലച്ചൻ വന്നപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു, സമ്മാനമൊക്കെ കൊടുത്തു. എങ്കിലും നിങ്ങളില്ലാത്തൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാലനും അതുപോലെ ഗോമതിയും ഒക്കെ വന്നു കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഗോമതി വന്നിട്ട്, വീട്ടിൽ പോയതായിരുന്നു മീനൂട്ടി, എന്നിട്ട് എന്തുണ്ട് അവിടെ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരാരും വലിയ രീതിയിലൊന്നും ഷൗട്ട് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ ദേവിയാണെങ്കിൽ അത് വീണ്ടും ഓർമ്മിപ്പിക്കുക, വീട്ടിൽ പോയിട്ട് എന്താ ഇപ്പം കാര്യം ഉണ്ടായത്? ഈ ഒരു ആഘോഷത്തിനല്ലായിരുന്നു നിങ്ങൾ വേണ്ടത്, മിസ്സായി പോയില്ലേ? ദേ മീനൂട്ടി, നീയും നിന്റെ ഭർത്താവും കൂടെ ഈ ഒരു ആഘോഷത്തിന് വേണമായിരുന്നു. ഏതായാലും കഷ്ടമായി പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് കുടുങ്ങി എടുത്ത് അങ്ങ് നമ്മുടെ ദേവി അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കും ഗോമതി പറഞ്ഞ്, സാരമില്ല മക്കളെ, പോട്ടെ, ഇങ്ങനൊരു ആഘോഷം വെക്കുന്നൊന്നും നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നല്ലോ. എങ്കിലും അമ്മേ ഒരു വാക്ക് വിളിച്ചു പറയത്തില്ലായിരുന്നോ? അത് പിന്നെ മോളുടെ വീട്ടിൽ പോയതിൻ്റെ പുറകെ വിളിക്കുന്നത് ശരിയാണോ? അല്ലല്ലോ, ഞാനും ബാലേട്ടനും മനഃപൂർവ്വം വിളിക്കാതിരുന്നത്. വെറുതെ എന്തിനാ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത്? അതുമല്ല, ഇങ്ങനൊരു അവസരം കിട്ടുമോ ഇനി? അച്ഛനും അമ്മയും കാണാൻ വേണ്ടി വിളിച്ചതല്ലേ, അതുകൊണ്ടാണ് പിന്നെ വേണ്ടാന്ന് വെച്ചത്. അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, അതൊന്നും സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ സമയത്ത് നമ്മുടെ ആനന്ദിൻ്റെ അടുത്ത് ചെന്നിട്ടോ, എങ്കിലും അവരും കൂടെ വേണ്ടതല്ലായിരുന്നു ആനന്ദേ.
കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആനന്ദിനെ കുത്തിത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ആനന്ദ് പറഞ്ഞതാ, അതിനിപ്പോൾ അവരറിഞ്ഞില്ലല്ലോ ദേവി, അവരറിയാത്തത് കൊണ്ടല്ലേ. ഓ, എന്തറിഞ്ഞില്ല, എന്തറിയാത്തത് കൊണ്ട്? സമയത്തും കാലത്തും വീട്ടിലെത്തണമെന്ന് അവർക്ക് എന്താ അറിഞ്ഞൂടെ? അതുമാത്രമല്ല, മിത്ര ഫോൺ വിളിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ. എന്നിട്ട് എന്താ ഉണ്ടായത്? അതെ, ഇതിനോടൊന്നും മീനുവിന് വലിയ താല്പര്യം ഉണ്ടാവത്തില്ല. മീനുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ അവസരം കിട്ടിയപ്പം മീനു അത് മുതലെടുത്തതായിരിക്കും. ഇനിയിപ്പം പതിയെ പതിയെ ആകാശം മീനു അവിടെ താമസാക്കുമെന്ന് തന്നെ ആർക്കറിയാം എന്നൊക്കെ നമ്മുടെ ആനന്ദിനോട് പറയണം. അപ്പം ഇതേ സമയം പിന്നെ കാണിക്കുന്ന നേരം വെളുത്തൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ ഇങ്ങനെ നിന്ന് ഓരോ മോതിരം കൊടുത്ത കഥയൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ മിത്ര പറഞ്ഞു, മീനാക്ഷി ചേച്ചി അറിഞ്ഞില്ലല്ലോ. ദേ, അമ്മ അച്ഛനൊരു അടിപൊളി സമ്മാനം കൊടുത്തായിരുന്നു. എന്താണെന്നറിയണോ? സമ്മാനമോ? അമ്മ അച്ഛന് കൊടുത്തെന്നോ? അല്ല, അച്ഛൻ ഇതിനൊക്കെ സമ്മതിച്ചോ? അതെങ്ങനെയാ അമ്മ അച്ഛൻ ഇതിനൊക്കെ സമ്മതിച്ചത്? ദേവി അറേഞ്ച് ചെയ്തല്ലേ, പിന്നെ എങ്ങനെ സമ്മതിക്കാതിരിക്കും? അങ്ങനെയാ സമ്മതിച്ചത്. ഓ, അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവി വന്നിട്ട്, എങ്കിലും എൻ്റെ പൊന്നു മീനൂട്ടി ഇല്ലാത്തത് വലിയൊരു നഷ്ടമായി പോയിട്ടോ. ഓ, എങ്കിലും എന്ത് രസമായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ. മീനൂട്ടിയും കൂടെ വേണമായിരുന്നു. ഇനിയിപ്പം ഇതുപോലെ പല പല ചടങ്ങുകളൊക്കെ വരുമ്പോഴും അങ്ങോട്ടേക്ക് വിളിച്ചാൽ മീനൂട്ടി അങ്ങോട്ടേക്കല്ലേ പോകത്തുള്ളൂ ആകാശനെയും കൂട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തും കോളും ഒക്കെ വെച്ച് സംസാരിക്കുന്നുണ്ട്. മീനാക്ഷിക്ക് ഇത് കയറുമ്പം കാലിൽ നിന്ന് തരിച്ചിങ്ങനെ കയറുകയാണ് കേട്ടോ, ദേഷ്യം. അപ്പോൾ ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പം മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണേ. നാളെ രാവിലെ ഒരു 9:15 കൂടി നമ്മൾ ഫുൾ വിശേഷമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനുടെയും ആദർശിൻ്റെയും കഥ നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. അത് കാണുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു 9:30 നമ്മൾ നയനിയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രമോ വിശേഷം ഇടുന്നതായിരിക്കും. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ ഫുൾ പ്രമോ വിശേഷം നമ്മൾ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പം കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കയറി നോക്കിയാൽ മതി. ജിൽ ചിന്നു എന്നാണ് ചാനലിൻ്റെ പേര്. JILCHINU എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.